ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചുള്ള ടെൻഷൻ മറന്നേക്കൂ. പ്രൊഫസർ ഉമ്മൻ വർഗീസ് ഇവിടെയുണ്ട്. അമ്മ മലയാളം, മാതൃമലയാളം എന്നൊക്കെ നമ്മൾ അഭിമാനപൂർവ്വം പറയുമെങ്കിലും മലയാളമാണ് നമ്മുടെ മാതൃഭാഷയെങ്കിലും ലോകഭാഷയായ ഇംഗ്ലീഷ് പ്രാവീണ്യം നേടാനായില്ലെങ്കിൽ എന്താണ് ഇന്നത്തെ സ്ഥിതി എന്ന് നമുക്ക് തന്നെ നന്നായി അറിയാം. എന്തിന്, നമ്മുടെ നാട്ടിലെ നല്ലൊരു KG ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ, ഇന്റർവ്യൂകളിലും ഗ്രൂപ്പ് ഡിസ്കഷനുകളിലും മികവ് പുലർത്തണമെങ്കിൽ, ഇനി വിദേശത്തേക്ക് ഉപരിപഠനത്തിനായോ തൊഴിൽ തേടി പോകണമെങ്കിലോ, അതൊക്കെ പോട്ടെ, കൊച്ചുമക്കളുമായി ഒന്ന് സംസാരിക്കണമെങ്കിലോ ഇംഗ്ലീഷ് ഭാഷ പരിജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ പല വാഗ്ദാനങ്ങളും നൽകാറുമുണ്ട്. എന്നാൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ലെജൻഡ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരാൾ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. പ്രൊഫസർ ഉമ്മൻ വർഗീസ്. ഇംഗ്ലീഷ് അധ്യാപകൻ എന്ന നിലയിൽ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പ്രസ്റ്റീജിയസ് ആയ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള സിവിൽ സർവീസ് അക്കാദമിയിൽ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സീനിയർ ലെക്ചറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രൊഫസർ ഉമ്മൻ വർഗീസ് ഇപ്പോൾ തിരുവനന്തപുരത്തെത്തി നാലാഞ്ചിറയിൽ അൻവിൽ ഇംഗ്ലീഷ് അക്കാദമി എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തുന്നു. ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണ സേവനമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം നൽകുന്നത്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കായുള്ള വിവിധ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പദ്ധതികൾ, ഇംഗ്ലീഷ് ഭാഷ അധ്യാപകർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ട്രെയിനർമാർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ, സിവിൽ സർവീസ് പോലെയുള്ള പരീക്ഷകൾക്കും ഇന്റർവ്യൂവിനുമായുള്ള ട്രെയിനിങ്ങുകൾ, IELTS, OET ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അങ്ങനെ ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണ സേവനങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം നൽകി വരുന്നു. ITV ന്യൂസ് പ്രേക്ഷകരോടൊപ്പം അല്പസമയം ചെലവിടുവാൻ പ്രൊഫസർ ഉമ്മൻ വർഗീസ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. ഉമ്മൻ വർഗീസ് സർ, ഒരു ഭാഷാ അധ്യാപകൻ എന്ന നിലയ്ക്ക് അങ്ങയുടെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ആദ്യം എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ബ്രദറിൻ്റെ കൂടെ ആന്ധ്ര യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡൻ്റ് ആകാനായിരുന്നു. അവിടെ ചെന്ന് ഞാൻ ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ഭോപ്പാൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു ലീഡിങ് കോളേജിൽ പോയിട്ട് PG ചെയ്യാനായിരുന്നു. ഇംഗ്ലീഷിൽ MA ലിറ്ററേച്ചർ എടുത്തു. അവിടെ പഠിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പാസ്സായി. അവിടുത്തെ തന്നെ കോളേജിൽ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ നല്ലപോലെ പെർഫോം ചെയ്തതിൻ്റെ അനുസരിച്ച് എനിക്കൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഗ്രേഡിലാകും ഒരു ചാൻസ് കിട്ടി. റിസർച്ച് കൂടെ തുടങ്ങി. അങ്ങനെ ഇറ്റ് കണ്ടിന്യൂഡ് അപ് ടു 1981. അത് കഴിഞ്ഞ് നൈജീരിയയിലെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനെ റിക്രൂട്ട് ചെയ്തു. അങ്ങനെ നൈജീരിയയിൽ ഞാൻ ഒരു 7 വർഷം ഉണ്ടായിരുന്നു. 87 വരെ ഉണ്ടായിരുന്നു. 87-ൽ ഞാൻ തിരിച്ച് ഇന്ത്യയിൽ വന്നു. എന്നിട്ടാണ് B.Ed, M.Ed, M.Phil ഇതുപോലുള്ള വിദ്യാഭ്യാസ യോഗ്യതകളെല്ലാം എനിക്ക് അന്ന് മുതലേ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു. അത് പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞ് ആയൂർ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഞാനൊരു 3 വർഷത്തോളം ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ UAE-യിലേക്ക് പോയി. UAE പോയാണ് എൻ്റെ മനസ്സിൽ കിടന്ന ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് ഡിഗ്രി ഇംഗ്ലീഷ് സമ്പാദിക്കണം. അങ്ങനെ ട്രിനിറ്റി കോളേജിൽ ജോയിൻ ചെയ്തു. TESOL എന്ന് പറയുന്ന ഡിഗ്രി എടുത്തു. ടീച്ചേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ടു സ്പീക്കേഴ്സ് ഓഫ് അതർ ലാംഗ്വേജസ്. അത് എനിക്കൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു. അതെടുത്ത് കഴിഞ്ഞുകൊണ്ട് എനിക്ക് UAE-യുടെ റൂളിംഗ് ഫാമിലിയിലേക്ക് എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി ടു ടീച്ച് ദ ഗ്രാൻഡ് ചിൽഡ്രൻ ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ദ UAE. അങ്ങനെ ഞാനൊരു 18 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. ഒരു 40ഓളം വർഷങ്ങൾ ഒരു ഇംഗ്ലീഷ് ഭാഷാ അധ്യാപകൻ എന്ന നിലയ്ക്ക് അങ്ങേക്ക് സേവനം പല രാജ്യങ്ങളിൽ ഏർപ്പെടുവാൻ കഴിഞ്ഞു. അപ്പം നമ്മുടെ ഒരു ഇന്ത്യൻ സിസ്റ്റവുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നിലവിലുള്ള ഈ ഒരവസ്ഥ എന്താണ്? നമ്മൾ ആ ക്വസ്റ്റ്യന് പല ആംഗിളിൽ അതിനെ കാണേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ കാണുന്ന ഭാഷ എന്ന് ഇവിടെ പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഭാഷ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഭാഷ പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നത് ഗ്രാമർ ബേസ്ഡാണ്. അപ്പോൾ 1ാം ക്ലാസ്സിൽ ചേർന്നാലും 2-ലായാലും 3-ലായാലും ഈവൻ PG ലെവൽ വരെയും നമ്മൾ ഗ്രാമറിന് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നു. അതുകൊണ്ട് ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു സെൻറ്റൻസ് പറയേണ്ടതായിട്ട് വരുമ്പോൾ we always think of the grammar first. പക്ഷെ ഞാൻ മലയാളം സംസാരിക്കുന്നു. ഒരിക്കലും ഞാൻ ഗ്രാമർ ചിന്തിച്ചിട്ടല്ല സംസാരിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് മൈ മദർ ടങ്. ഐ പിക്ഡ് ഇറ്റ് അപ്പ് ഫ്രം സ്കൂൾസ്, പേരൻസ് ആൻഡ് ഫ്രം ദ പീപ്പിൾ ഐ ലിവ് വിത്ത്. അതാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ നമ്മളുടെ സിലബസിൽ ഒരു വ്യതിയാനം വരേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്
നമ്മളുടെ ടീച്ചിങ് മെത്തേഡ് തന്നെ മാറേണ്ടി വരും. ഗ്രാമർ ബേസ്ഡ് മാറ്റിയിട്ട് നമ്മൾ സ്കിൽ ബേസ്ഡ് ആയിരിക്കണം. സ്കിൽ എന്ന് പറയുന്നത് എന്താണ്? റീഡിങ്, റൈറ്റിംഗ്, ലിസ്ണിംഗ്, സ്പീക്കിംഗ്. അത് 4 സ്കില്ലുണ്ട്. 2 പ്രൊഡക്റ്റീവ് സ്കില്ല് എന്ന് പറയാൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ലൈക്ക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ വാട്ട് വി ആർ ഡൂയിങ് റൈറ്റ് നൗ. സ്പീക്കിംഗ്, റൈറ്റിംഗ്, ഇത് 2 പ്രൊഡക്റ്റീവ് സ്കില്ലാണ്. വേറെ 2 റിസെപ്റ്റീവ് സ്കില്ലാണ്, അതായത് ലിസണിങ് ആൻഡ് റീഡിങ്. അപ്പോൾ നമ്മൾ ഈ 2 സ്കില്ലിന് ഏതൊരു ഭാഷ പഠിച്ചാലും അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷനാണ്. അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പരിതാപകരമായിട്ടുള്ള വസ്തുത. അത് നമ്മൾ തുടങ്ങേണ്ടത് ക്യാച്ച് ദ മെയിൻ, ട്രെയിൻ ദ മെയിൻ എന്ന് പറയുന്ന പോലെ നമ്മൾ അതിൻ്റെ കിൻഡർഗാർട്ടൻ ലെവലിൽ നിന്ന് നമ്മൾ തുടങ്ങി പ്രൈമറി, സെക്കൻഡറി സ്കൂൾ വരെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ കൂടുതൽ സിലബസ് ബേസ്ഡ്, ഗ്രാമർ ബേസ്ഡ്, സ്പീക്കിങ്ങിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അതെ, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ധാരാളം വളരെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടെന്ന് പറയുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ ഇംഗ്ലീഷ് ഭാഷയുടെ കാര്യം വരുമ്പോൾ പല മേഖലകളിലും നമ്മളുടെ കുട്ടികൾ പിന്തള്ളപ്പെടുകയാണ്. പ്രത്യേകിച്ച് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ നടക്കുന്ന സമയത്ത്, അതുപോലെ വലിയ കോമ്പറ്റേറ്റീവ് എക്സാമിന്, അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള എക്സാമുകളിലൊക്കെ നമ്മുടെ കുട്ടികൾ വളരെയേറെ പിന്തള്ളപ്പെടുന്നു. അത് എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ഇംഗ്ലീഷ് ഭാഷയിൽ അവർക്ക് അത്തരത്തിലൊരു പിന്നോട്ടാവാൻ കാരണം? പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ്. ഏതൊരു ഭാഷയുടെയും പേർപ്പസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഇംഗ്ലീഷിൽ. നമ്മൾ അതിലും ഉപരി നമ്മൾ ഗ്രാമർ പഠിക്കുന്നു. അപ്പോൾ ഇത് പഠിക്കാതെ മേലോട്ട് ചെല്ലുന്തോറും നമുക്ക് മറ്റുള്ളവരെ നമ്മുടെ ഹൃദയത്തിലെ ഐഡിയ എന്താണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള എബിലിറ്റി നമുക്കില്ലാതെ പോകുന്നു. അപ്പോഴൊരു ഇൻ്റർവ്യൂവിന് വരുമ്പോഴോ ഒരു എസ്സേ എഴുതാൻ വരുമ്പോഴോ നമ്മൾ ഓൾവേസ് തിങ്ക് ഓഫ് ഗ്രാമർ. ഈസ് ആണോ, വാസ് ആണോ, ഹാഡ് ആണോ, ഹാസ് ആണോ? ഈ ഒരു സിറ്റുവേഷൻ മാറേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഇപ്പോൾ സുനിൽ പറഞ്ഞ പോലെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൽ ഒരു 60% ഓഫ് ദം ഡ്രോപ്പ് ഔട്ട് ഓർ റാദർ കനോട്ട് മേക്ക് ഇറ്റ് ടു ദ ടോപ്പ് പ്രൈമർലി ബിക്കോസ് ദാറ്റ് ദേ കാൺട്ട് എക്സ്പ്രസ് ദംസെൽവ്സ് ഇൻ ഇംഗ്ലീഷ്. അതാണ്, അല്ലാതെ അവർക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല. അറിവിൽ വളരെ ബ്രൈറ്റ് ബ്രെയിനാണ്, നല്ല മാർക്കുകളുണ്ട്, പക്ഷേ കമ്മ്യൂണിക്കേഷനിൽ വളരെ മോശമാണ്. അതിനകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ട്. സിലബസ് തന്നെ ഒന്ന് മോശമാണ്, പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുന്നില്ല. എക്സാമിനേഷൻ പാറ്റേൺ മോശമാണ്. നമ്മളുടെ ടീച്ചേഴ്സിന് അതിനുള്ള ട്രെയിനിങ് ഇല്ല. പഠിപ്പിക്കുന്ന മെത്തേഡ്സ് വ്യത്യാസം. ഇതെല്ലാം കൂടെ ഒരു ക്യുമുലേറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഇപ്പോൾ പെർഫോമൻസ് ഇൻ ഇംഗ്ലീഷ് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൂടുതലും നമ്മളിപ്പോഴോ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പോയിട്ട് ഗ്രാമർ, പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ് പറയാതെ എങ്ങനെ നമ്മളുടെ ദൈനംദിന കാര്യങ്ങളിൽ സംസാരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നോ അതായിരിക്കും നല്ലത്. ഗ്രാമർ വരേണ്ടത് ഒരു 5ാം ക്ലാസ്സിന് ശേഷം 10ാം ക്ലാസ്സിന് വരെയും ഗ്രാമർ പഠിപ്പിക്കാം. ഈവൻ 12 വരെയും നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലോട്ട് കയറാം. റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഒക്കെ നമുക്ക് കയറാം. പക്ഷേ അതിനു മുമ്പേ ഗ്രാമർ പഠിപ്പിക്കുന്നത് എന്തായാലും ഞാനിപ്പോഴും പറയുന്ന പോലെ വി ആർ പുട്ടിങ് ദ ഹോഴ്സ് ബിഫോർ ദ കാർട്ട്. rather the other way around, I mean putting the cart before the horse. സാർ ഇത്രയും വർഷം ഒരു 40 വർഷത്തോളം എക്സ്പോഷർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ സാർ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന മേഖല എന്താണ്? ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സിവിൽ സർവീസ് അക്കാദമി പോലുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അങ്ങ് ഒരു ക്ലാസ്സുകൾ എടുക്കുന്നു. അതുപോലെ ധാരാളം ഈ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഈ കമ്മ്യൂണിക്കേഷൻ ആസ്പെക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള പ്രവർത്തനങ്ങൾ? പ്രധാന ഏരിയ എന്ന് പറയും കമ്മ്യൂണിക്കേഷനിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ലാഗിങ് ബിഹൈൻഡ്. അതിൻ്റെ വെളിയിൽ പോകുന്നില്ല. ടോഫൽ, IELTS അല്ലെ PTE അതുപോലുള്ള എക്സാമിനേഷൻ അവർ പ്രാപ്തരാകുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം ഇൻ്റർവ്യൂവിലൊക്കെ അവർ തോറ്റു പോകുന്നു, ഒരു എസ്സേ എഴുതാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ലിറ്ററേച്ചർ പഠിപ്പിക്കുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ടും കുറച്ചുകൂടെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിനാണ്. അതിനെ സംബന്ധിച്ചാണ് ഞാൻ 2014 കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി ചെന്നോടെ ലാംഗ്വേജിൻ്റെ വിവിധ തലങ്ങൾ ഈ സിവിൽ സർവീസ് വരുന്ന പ്രിലിംസിൽ നമുക്ക് 2 പേപ്പറുണ്ട്. അതിൻ്റെ പിന്നെ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്,
പിന്നെ ക്വാളിഫയിങ് പേപ്പേഴ്സ് 2 ഉണ്ട്, അതിൽ ഇംഗ്ലീഷ് 1 ഉണ്ട്, പിന്നെ 7 മെയിൻസിൽ 7 പേപ്പേഴ്സ് വരും, അതിലൊന്ന് എസ്എ പേപ്പറാണ്. പലരും എസ്എ പേപ്പർ എനിക്ക് അറിയാമെന്നുള്ള രീതിയിൽ പോയി അപ്പിയർ ചെയ്യും, ബട്ട് ദേ മേ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് ദ എക്സ്പെക്റ്റഡ് മാർക്സ്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചുകൂടെ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെയിൻസിൽ മറ്റുള്ള പേപ്പറിലെ കുറവ് ഇത് മേക്കപ്പ് ചെയ്യും. പക്ഷേ പല കുട്ടികൾക്കും 1-2 പ്രാവശ്യം തോറ്റ് കഴിയുമ്പോഴാണ് ഈ ബുദ്ധി ഉദിക്കുന്നത്. അതും കഴിഞ്ഞ് ഫൈനലായിട്ട് വരുമ്പോഴും ഇംഗ്ലീഷിൻ്റെ പ്രാതിനിധ്യം വളരെ കൂടുതലാണ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂവിൽ വരും 270 മാർക്സാണ്. അപ്പോൾ അവിടെയും കമ്മ്യൂണിക്കേഷൻ മാറ്റേഴ്സ് എ ലോട്ട്. അപ്പം ഒരു രീതി പറഞ്ഞാൽ ഈ 4 ഫേസിൽ കൂടെയുള്ള സിവിൽ സർവീസ് എക്സാമിനേഷന് ഇംഗ്ലീഷ് ഈസ് എൻ ഇൻസെപ്പറബിൾ ഇൻഗ്രീഡിയൻ്റ് ഓഫ് ദ സിവിൽ സർവീസ് എക്സാമിനേഷൻ. എൻ്റെ ഏരിയ എന്ന് പറയുന്നുണ്ടെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി പിള്ളേരെ തയ്യാറാക്കുക. ഹൗ ടു ആൻസർ എ ക്വസ്റ്റ്യൻ, ഈവൻ ദ നോൺ ക്വസ്റ്റ്യൻ, ഹൗ ടു ആൻസർ എ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് നോട്ട് നോൺ ടു യു, ഹൗ ടു എക്സ്പ്രസ് യുവർ ഐഡിയാസ്, ഷെയർ യുവർ ഐഡിയാസ് വിത്ത് അതേഴ്സ്. ഒരു യൂഷ്വൽ ഇൻ്റലിജൻറ്റ് സ്പീക്കർ എങ്ങനെ സംസാരിക്കുന്നു, ഒരു നിയർ നേറ്റീവ് ആക്സെൻറ്റോടുകൂടി. നമ്മൾ ഒരിക്കലും വി ഡോണ്ട് ഹാവ് ടു കോപ്പി ഇംഗ്ലീഷ് സ്പീക്കേഴ്സ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു തനതായിട്ടുള്ള ഗോഡ് ഗിവൺ സൗണ്ട് ഉണ്ട്, അത് മാത്രം ഉപയോഗിച്ചാൽ മതി. ഉദാഹരണത്തിന് മിക്കവാറും വെളിയിലുള്ള പ്രൊഫസേഴ്സ് ചോദിക്കുന്നത് വാട്ട് ഡു യു തിങ്ക് ഈസ് ദ കോർ ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്? ഇൻ്റലിജിബിലിറ്റിയാണ്. ഇപ്പം ഞാൻ പറയുന്നത് സുനിലിന് മനസ്സിലാകണം, അല്ലാതെ എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യു വോണ്ട് ബി ഏബിൾ ടു. അപ്പോൾ ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആക്സെൻ്റാണ്. അല്ലാതെ ഐ ഡോണ്ട് അപ്രീഷിയേറ്റ് ഇഫ് യു സേ ദാറ്റ് ദിസ് ഈസ് അമേരിക്കൻ ആക്സെൻറ്റ് ഓർ ബ്രിട്ടീഷ് ആക്സെൻറ്റ് എന്ന് പറഞ്ഞ് ഞാൻ അത് അമേരിക്കയില്ല. നൗ ഇംഗ്ലീഷിൽ സത്യം പറയുകയാണെങ്കിൽ ഇൻ ഇന്ത്യ ദർ ആർ മോർ സ്പീക്കേഴ്സ് ഇൻ ഇംഗ്ലീഷ് ദാൻ ഇൻ ദ യുണൈറ്റഡ് കിങ്ഡം. അപ്പോൾ യു കാൻ ക്ലെയിം ദാറ്റ് ഇറ്റ് ഈസ് ബ്രിട്ടീഷ് ആക്സെൻറ്റ് ഓർ അമേരിക്കൻ ആക്സെൻറ്റ്, ഇറ്റ് ഈസ് എ ഗ്ലോബൽ ആക്സെൻറ്റ്, യു നോ. അതാണ്. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുക, സംസാരിക്കാൻ പഠിപ്പിക്കുക, എസ്സേ എഴുതാൻ പഠിപ്പിക്കുക, അത്യാവശ്യത്തിന് ഒരു ഡിസ്കഷൻ ഇനിഷ്യേറ്റ് ചെയ്യുക. ഡേ ടു ഡേ ലൈഫിൽ ലാംഗ്വേജിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ ലിറ്ററേച്ചർ പഠിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് ലിറ്ററേച്ചർ ഈസ് നോട്ട് യൂസ്ഡ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. നമുക്ക് വേണ്ടിയത് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, കസ്റ്റമർ കൗണ്ടറിൽ പോകുന്നു, ഓർ യു ബുക്ക് എയർ ടിക്കറ്റ്, യു ട്രാവൽ എ ലോട്ട്. പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നു, യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് യു ഹാവ്. അങ്ങനെ പല ദൈനംദിന സിറ്റുവേഷനിൽ കൂടെ ലാംഗ്വേജിനെ കൊണ്ടുപോകണം. അങ്ങനെയുള്ള ഒരു ലാംഗ്വേജാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരു ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ ഇംഗ്ലീഷിൻ്റെ ആപ്ലിക്കേഷൻ മെച്ചപ്പെടുത്തുക എന്ന തരത്തിൽ തീർച്ചയായിട്ടും. അപ്പം അത്തരത്തിലുള്ള അങ്ങേക്ക് ഏതെങ്കിലും സ്ഥാപനമുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. പല സ്ഥാപനങ്ങളും ഈ ആക്സെൻറ്റ് ബേസ് എന്ന് പറയുന്നത് അവർ ദേ ബിക്കം ടു മച്ച് കോൺഷ്യസ് ഓഫ് ദ ആക്സെൻറ്റ്. ആക്ച്വലി നമുക്ക് ആക്സെൻറ്റിനേക്കാട്ടിൽ കൂടുതൽ വേണ്ടി ഇൻ്റലിജിബിലിറ്റിയാണ്. അങ്ങനെ ഡയമൻഡേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദെയർ ഇന്ന് നമ്മുടെ മാർക്കറ്റിലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല പിന്നെ അവർ ദേ ആർ ഹിറ്റിംഗ് ദ നെയിൽ ഓൺ ഇറ്റ്സ് ഹെഡ്. ഏതൊക്കെയോ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഞാൻ എൻ്റേതായിട്ടുള്ള എളിയ രീതിയിൽ എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനമുണ്ട്, ആനുവൽ എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് അക്കാഡമി ഉണ്ട്, ഓപ്പോസിറ്റ് മാറി വെനീസ് കോളേജ് തിരുവനന്തപുരം. അവിടെ എൻ്റെ എളിയ രീതിയിൽ എൻ്റെ അടുക്ക് വരുന്ന പല ഈവൻ സിവിൽ സർവീസിന് പോകുന്നവരുടെ ഇൻ്റർവ്യൂവിനെ ട്രെയിൻ ചെയ്യാറുണ്ട് ഞാൻ. ഹൗ ടു ഫേസ്, ഹൗ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്, ഹൗ ടു ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ, ഹൗ ടു എക്സ്പ്രസ് യുവർ ഐഡിയാസ്, ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ ഈ സിവിൽ സർവീസിൻ്റെ പല എസ്സേ റൈറ്റിംഗ്, ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ടീച്ചർ ട്രെയിനിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഒരു നല്ല ഫർണിച്ചർ ഉണ്ടാകണമെങ്കിൽ ഒരു നല്ല carpenter വേണം. If the carpentry is not good, then the furniture will definitely be a shoddy, something that is not presentable. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഒരു നല്ല അധ്യാപകനെ സൃഷ്ടിക്കുക, എന്നിട്ട് നല്ല ജനറേഷനെ സൃഷ്ടിക്കുക. അതിന് മെയിനായിട്ട് ഞാൻ പറയുന്നത് ഈ മലയാളത്തിന് ലോക്കൽ ലാംഗ്വേജ് ഏത് ഭാഷയായാലും ഇന്ത്യയിൽ 22 ലാംഗ്വേജസ് ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആണ്. അപ്പോൾ ഈ ഓരോ ഭാഷക്കാരനും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെ അതിൻ്റെ ഇൻഫ്ലുവൻസിൽ വരും. ഇപ്പം ആന്ധ്രാക്കാരൻ പറയുന്ന ഗറൽ വരൽ എന്ന് പറയാറുണ്ട്. ഇപ്പം നമുക്ക് കംപ്ലീറ്റ് റിസർവോയർ, കാസറ്റ്, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്, ബൈനോക്കുലർ, ഇതൊക്കെ കോമൺ ആണ്. പക്ഷേ അത് നമ്മൾ കുറച്ച് ഒരു യൂണിവേഴ്സലായിട്ട് ഗ്ലോബലായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് വളരെ നമുക്ക് ചെറിയ രീതിയിൽ ഈ ഫോണിക്സും
ഫൊണറ്റിക്സും കൂടെ നമുക്ക് അധ്യാപകരെ പഠിപ്പിച്ചിട്ട് അതിൽ കൂടെ നമ്മുടെ പിള്ളേരെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു കാരണം ഞാൻ പല 2-4 രാഷ്ട്രങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഇൻ്റലിജൻ്റായിട്ടും ഗ്രാസ്പിംഗ് ക്യാച്ചിയായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ കുട്ടികളാണ്. അതൊരു എക്സാജറേഷൻ അല്ല. ബോൺ ടാലൻ്റ് അവർക്ക് ഇൻഹറൻ്റായിട്ടുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും ഷേപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ട്രെയിൻ ദ ട്രെയിനർ അത് വളരെ എസെൻഷ്യലാണ്. അത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കാറില്ല. അവർ കുറേ ഗ്രാമർ പഠിക്കുന്നു, 99%, 98% പഠിക്കുന്നു. വിത്ത് ദാറ്റ് ദേ തിങ്ക് ദേ ഹാവ് റീച്ച്ഡ് ദ ടാർഗറ്റ്സ്. കുട്ടികളെ സംബന്ധിച്ചോളം സാർ പറഞ്ഞു വളരെ ഇൻ്റലിജൻ്റ് ആണ്. അവർ പലതരത്തിലുള്ള കടമ്പകളും താണ്ടി ഒരു ഫൈനൽ ഇൻ്റർവ്യൂകളിൽ എത്തുമ്പോൾ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഇൻ്റർവ്യൂയിങ് ഓഫീസറുടെ മുന്നിൽ അവർക്ക് ഷോക്കോസ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ പറയുന്നത് അവരെ ചെയ്യാൻ സാധിക്കുന്നില്ല. അന്നേരം അത്തരത്തിൽ ഈ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞാൽ 2 സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് വരും. ഒന്ന് സ്പീക്കിങ്ങും, 2 റൈറ്റിങ്ങും. പ്രധാനമായിട്ടും മെയിൻ ഓൾദോ 4 സ്കിൽസ് ഉണ്ട്: റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ്, സ്പീക്കിംഗ്. റീഡിംഗ് എന്ന് പറയുന്നത് ഓറൽ റീഡിങ്ങും ഉണ്ട്, കോംപ്രിഹെൻഷനും ഉണ്ട്. റൈറ്റിംഗ് ഉണ്ട്, സ്പീക്കിംഗ് ഉണ്ട്, ലിസണിങ് ഉണ്ട്. ലിസണിങ് കോംപ്രിഹെൻഷൻ ഫോർ എക്സാമ്പിൾ IELTS PT അതുപോലുള്ള എക്സാമിനേഷൻ, അല്ലെങ്കിൽ ഒരു ഫോറിനർ വരുന്നു, അവനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ആക്സെൻറ്റ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വി മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദാറ്റ് ഇൻ്റർനാഷണൽ ലാംഗ്വേജ്. അപ്പോൾ അതിന് നമുക്ക് പിള്ളേരെ ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കരിക്കുലത്തിൽ അതിനുള്ള മാറ്റം വരുത്തണം. നമ്മുടെ സിലബസ്, ഞാനിപ്പോൾ പല സിലബസ് കണ്ടു. ആ സിലബസ് നമ്മളിവിടെ കൂടുതലും വി ബിക്കം മോർ കോൺഷ്യസ് ഓഫ് ദ ഗ്രാമർ. അതല്ല നമുക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സെൻറ്റൻസ് ആയാലും അതിനെ പ്രോപ്പറായിട്ട് പറയാനും ഉച്ചരിക്കാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സിലബസ് നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ആ സിസ്റ്റത്തിനെ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന അധ്യാപകരെ സൃഷ്ടിക്കണം. ഇത് രണ്ടും ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിന് പല രീതിയിലും അത് ഡിലേ ചെയ്യുകയാണ് ആൾക്കാർ. നമ്മൾ ആ ഏരിയയെ ഫോക്കസ് ചെയ്യുന്നില്ല ആരും തന്നെ. എല്ലാവരും കുറേ കഴിഞ്ഞ വർഷത്തെ ലെസൺ എടുത്ത് ഇപ്പോഴും പഠിപ്പിക്കുന്നു, അങ്ങനെ കുറേ ബുക്കുകൾ വരുന്നു പോകുന്നു. പക്ഷെ നമുക്ക് വേണ്ടിയതെന്ന് പറഞ്ഞാൽ ഈ 2 ആസ്പെക്റ്റിലെ ഒരു റീവാമ്പിങ് റീസ്ട്രക്ചറിങ് ഓഫ് ദ സിലബസ് വളരെ എസെൻഷ്യലാണ്. അത് നമ്മൾ തുടങ്ങേണ്ടത് കിൻഡർഗാർട്ടൻ, പ്രൈമറി സ്കൂൾ വരെയെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഹയർ സെക്കൻഡറിയിലോട്ട് കുറച്ചുകൂടെ കയറണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ദ ലാംഗ്വേജ് ആണ് വരുന്നത്. പിന്നെ അന്നേരം നമ്മളിത് ശ്രദ്ധിക്കേണ്ട നാച്ചുറലി ദേ വിൽ ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഫ്ലുവൻ്റ്ലി വിതൗട്ട് മെനി മിസ്റ്റേക്സ് എന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. ഈ അങ്ങയുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു വിഷൻ, ഒരു ലക്ഷ്യം എന്താണ്? ഇപ്പോൾ പറഞ്ഞു അത് ഏത് ഏജിനാണെങ്കിലും, ഇപ്പം റൈറ്റ് ഫ്രം ഒരു വളരെ കിൻഡർ ഗാർഡൻ ലെവലുള്ള കുട്ടികൾ മുതൽ ഈവൻ കോമ്പറ്റേറ്റീവ് എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ ഉദ്യോഗം നേടിയാൽ തന്നെ അവർക്ക് മറ്റു തരത്തിലുള്ള ഹയർ ഗ്രേഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടേതായ കപ്പാസിറ്റിയിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ ബാരിയറായ ധാരാളം ആളുകളുണ്ട്. അന്നേരം ഇതിനൊരു ഏജ് നമുക്ക് പറയാനേ പറ്റത്തില്ല. അന്നേരം ആ തരത്തിൽ എല്ലാ സമസ്ത ഗ്രൂപ്പിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള അവരുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പ്രാവീണ്യം വർദ്ധിപ്പിക്കുവാൻ പറ്റാവുന്ന തരത്തിൽ എന്ത് വിഷനാണ് അങ്ങേക്കുള്ളത്? മെയിനായിട്ട് നമുക്ക് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ഏത് ടെൻസിൽ എങ്ങനെ, ഏത് ടെൻസ് വേണം. ഗ്രാമർ ഒരു മെയിൻ ഒബ്സ്റ്റക്കിളാണ്. അതിൻ്റെ കാരണം നമ്മൾ ഗ്രാമർ ആദ്യം പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. ഗ്രാമർ പഠിപ്പിക്കാതെ സംസാരിക്കാൻ പഠിപ്പിക്കേണ്ടതാണ് നമ്മൾ ആദ്യം അത് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വരുത്തിയാൽ ഗ്രാമർ ബേസ്ഡ് അല്ലാതെ കുഞ്ഞുങ്ങളെ സംസാരിക്കട്ടെ, തെറ്റ് പറഞ്ഞുകൊണ്ട്, പക്ഷേ എന്നാലും എൻകറേജ് ചെയ്യും സോ ദാറ്റ് യു വിൽ കണ്ടിന്യൂ ടു എക്സ്പ്രസ് ഹിസ് ഐഡിയാസ് ഇൻ ഇംഗ്ലീഷ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ബിഗിനിങ് ആയിരിക്കും. പിന്നെ നമുക്ക് പറഞ്ഞപ്പം സുനിൽ ചോദിച്ച പോലെ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ഡിഫിക്കൽട്ടീസ് പലതാണ്. റീസെൻ്റ്ലി സിവിൽ സർവീസിലുള്ള ആൾക്കാർ പോലും വരുന്നുണ്ട്. കാരണം ഡ്യൂ പ്രൊമോഷൻ കിട്ടി മേളിലോട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ അവർക്ക് ചില അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ ചില ലെക്ചർ കൊടുക്കാറുണ്ട്, പിന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. ചില പ്രസൻറ്റേഷൻ സ്കില്ല് വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഷോർട്ട് ടേം കോഴ്സുകൾ നമുക്ക് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്, അതിന് എസെൻഷ്യലായിട്ട് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, വൊക്കാബുലറി, പ്രൊനൗൺസിയേഷന്, ഫ്ലുവൻസി ട്രെയിനിങ്, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു 3 മാസത്തിനിടയിലൊക്കെ നമുക്ക് ഒരു പാൽപബിൾ ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും, കോൺഫിഡൻസ് ബിൽഡിങ് സാധിക്കും. പക്ഷേ അതിലുമുപരി നമ്മൾ ഏറ്റവും അധികം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്
കുട്ടികളിലാണ്, യങ് ജനറേഷനിലാണ്. അതും നമ്മൾ കിൻഡർഗാർട്ടനിൽ നമ്മുടെ ഈ ആൽഫബറ്റ് കറക്റ്റായിട്ട് ഉച്ചരിക്കാൻ പോലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ നല്ലപോലെ പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നില്ല. കുറേ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യലിസമാണ് ഒരു റീസൺ. അതെ. അപ്പോൾ ആംഡ് ഫോഴ്സസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഓഫീസേഴ്സ് ലൈക്ക് ക്വാളിറ്റി OLQ ചെക്ക് ചെയ്യും. അതുപോലെ ഈ ടീച്ചേഴ്സ് ലൈക്ക് ക്വാളിറ്റി, ഈ ഒരു ടീച്ചേഴ്സിനെ നമ്മളിപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആസ്പെക്ട് ഞാൻ ഈ അടുത്ത സമയത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ചീഫ് മിനിസ്റ്റർ എന്ന പ്രോഗ്രാമിൽ ഐ വാസ് വൺ ഓഫ് ദി ഇൻവൈറ്റീസ്. അപ്പോൾ എൻ്റെ അതിനകത്ത് ഞാൻ ഒരു 10-25 സജഷൻസ് റിട്ടേണായിട്ട് എഴുതി അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൊരു സജഷൻ ഇതായിരുന്നു, നമ്മൾ ഈ ടീച്ചേഴ്സിനെ എടുക്കുന്നുണ്ട് അതിനുള്ള ഒരു കോളിംഗ് ഉള്ള ഒരാളാണ്. ഇപ്പം സുനിൽ യു ആർ എ ജേർണലിസ്റ്റ്, ഒരു ഇങ്ങനെയുള്ള ഒരു ചാനലിൻ്റെ ഹെഡായിട്ടിരിക്കുന്നു. യു മസ്റ്റ് നോ എവറി ആസ്പെക്ട് ഓർ എവറി കോർണർ ഓഫ് ദിസ്, ഈ ഒരു പ്രൊഫഷൻ്റെ എല്ലാ ഏരിയയും ഫെമിലിയർ ആയിരിക്കണം എന്ന് പറയുന്നതല്ലേ. ഒരു ടീച്ചർ എന്ന് പറയുന്നതന്നെ വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് കമ്മ്യൂണിക്കേഷനാണ്. അത് നോ മാറ്റർ വാട്ട് സബ്ജക്റ്റ് യു ടീച്ച്. റീസെൻ്റ്ലി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഒരു ചെറിയൊരു സർവേ നടത്തി. വിദ്യാഭ്യാസമാണോ, അത് ആക്കഡമിക് ക്വാളിഫിക്കേഷനാണോ, കമ്മ്യൂണിക്കേഷനാണോ, ഏതാ ഇമ്പോർട്ടൻറ്റ്? അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിൻ്റ് ഔട്ട് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ എനിക്ക് PhD കാണാം, MPhil കാണാം, I may have a post-doctoral degrees കാണാം, but if I am not able to communicate what I have in my mind, I cut a sorry figure. യാതൊരു സംശയമില്ല അതിൽ. അപ്പോൾ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ നമ്മുടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഫോണോളജി, ഫോണറ്റിക്സ് ചെറിയ ക്ലാസ്സുകളിൽ കൊടുത്ത് ഈ നഴ്സറി റൈംസ് തന്നെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഹൗ ടു ഡു ദാറ്റ്. ആ ടീച്ചേഴ്സിനെ അങ്ങനെയുള്ള എൻ്റെ ഒരു വൺ ഓഫ് ദ സജഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് സർവീസ് കമ്മീഷൻ പോലൊരു സെപ്പറേറ്റ് PSC ഉണ്ടാക്കണം. അതായത് മറ്റുള്ള പ്രൊഫഷനിൽ നിന്നും മാറി. കാരണം അത്രയും വലിയ ഒരു ടാസ്ക് അവർ ചെയ്തു. തലമുറയെ, എത്ര തലമുറകളെ അവർ പഠിപ്പിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഏറ്റവും കൂടുതൽ അറിവുള്ളതും ഏറ്റവും കൂടുതൽ സ്കില്ലുള്ള ആളിനെ അതിന് ആൻഡ് ദേ മസ്റ്റ് ബി പെയ്ഡ് ഹാൻഡ്സംലി ഫോർ ദാറ്റ്. അല്ലാതെ പിന്നെ ഒരു MA BEd ഉള്ള ഒരാൾക്ക് 10,000-15,000 കൊടുത്ത് ജോലി, ദാറ്റ് ഈസ് ദ പേ ദേ ഓഫൻ ഓഫർ, യു നോ. പക്ഷേ ഹൗസ് മെയ്ഡ് ഈസ് ഗെറ്റിംഗ് മോർ ദാൻ എ പോസ്റ്റ് ഗ്രാജുവേറ്റ്. ഹൗസ് മെയ്ഡ് ഈസ് ഗെറ്റിംഗ് അബൌട്ട് 22,000 rupees a month. സോ അങ്ങനെയുള്ള ഒരു പെത്തറ്റിക് സിറ്റുവേഷനിൽ നിന്ന് ഇതിന് പറ്റുന്ന ഒരു എൻട്രൻസ് സിവിൽ സർവീസിൻ്റെ ആ ഡിഫിക്കൽറ്റി ഉള്ള ലെവലിൽ തന്നെ നമ്മുടെ ലെക്ചറേഴ്സിനും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നടത്തണം. അതിൽ സെലക്ട് ആകുന്ന ആൾക്കാർ അപ്രോപ്രിയേറ്റ് സാലറി പൊസിഷൻ കൊടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ആ ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സ് വരുമ്പോൾ അവരെ ട്രെയിൻ ചെയ്യുന്ന സ്റ്റുഡൻസും ആ ഒരു തീർച്ചയായിട്ടും കുട്ടികളാകുമല്ലോ. നമ്മുടെ നിലവിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ഈ സ്റ്റുഡൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അന്നേരം ആ ഒരു മേഖലയിൽ അങ്ങേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത്തരത്തിലുള്ള എന്താണ് വിഷയമുള്ളത്? ഇന്നും നമുക്ക് ഇംഗ്ലീഷ് എല്ലാം കൂടെ കൊണ്ടുവന്ന ഒറ്റ സബ്ജക്റ്റായിട്ട് മാറ്റി. അതിന് പകരം നിങ്ങളുടെ കോംപ്രിഹെൻഷൻ, ഗ്രാമർ എല്ലാം കൂടെ ഒരു പേപ്പർ, സ്പീക്കിംഗ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന വേറൊരു പേപ്പർ, റിട്ടേൺ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന വേറൊരു പേപ്പർ, അങ്ങനെ 2-3 രീതിയിൽ നമ്മുടെ സിലബസ് ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാമെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി ചേഞ്ചസ് വരാൻ പറ്റും. രണ്ടാമത് അതിന് പറ്റുന്ന ടീച്ചേഴ്സിനെ കൂടെ നമ്മൾ നല്ല കഴിവുള്ള ആൾക്കാർ പല സ്റ്റേറ്റുകളിൽ നിന്നുണ്ട്. കാരണം നമ്മളുടെ ഇന്ത്യൻസ് ചെല്ലാത്ത ഏരിയകളൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്നുള്ള റിട്ടയർഡ് ഹാൻഡ്സോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഹാൻഡ്സിനോ എടുത്തിട്ട് നമ്മുടെ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യാമെങ്കിൽ നമുക്ക് നല്ല ഒരു എഡ്യൂക്കേഷൻ്റെ കൾച്ചർ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കും. സുനിൽ പറഞ്ഞ പോലെ ഇന്നത്തെ നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മുഴുവനും കൊമേഴ്സ്യലൈസ്ഡാണ്. 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ കൊടുത്താൽ ഒരു സീറ്റ് മേടിക്കുക, മെഡിസിൻ ആക്കുക. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ ദാറ്റ് പേഴ്സൺ ഈസ് റിയലി ടാലൻറ്റഡ് ഓർ നോട്ട്. അതിനറിയിക്കുന്നവനാണോ ഇത് കിട്ടിയേക്കുന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ അവരെ മോഡിഫൈ എടുക്കാനായിട്ട് ഈവൻ 12ാം ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ അതിനു മുമ്പേ തന്നെ ഈ മസ്റ്റ് നോ വാട്ട് എ പേഴ്സൺ ഈസ് ഗുഡ് ആറ്റ്. അവൻ്റെ സയൻസ് ആണോ, കോമേഴ്സ് ആണോ, അല്ലെ ആർട്ടാണോ, എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ വെച്ച് അവനെ ചാനലൈസ് ചെയ്യാനായിട്ട് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സ്കൂളിൽ തന്നെ തുടങ്ങുകയും വേണം. അപ്പോൾ കമ്മ്യൂണിക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവൻ്റെ ടാലൻറ്റ് അസസ് ചെയ്തിട്ട് അവനെ അതാത് ഏരിയയിലോട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയും വേണം. ഇതൊരു കമ്പൈൻഡ് എഫേർട്ടായിട്ട് നമ്മൾ നടത്തിയാലേ പറ്റുകയുള്ളൂ. ഓരോരുത്തരെയും റിക്വയർമെൻറ്റ് നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള ആവശ്യങ്ങളാണുള്ളത്. അന്നേരം അവർക്ക് അവരുടെ ആവശ്യത്തിന് അനുയോജ്യമായ
തരത്തിലുള്ള പല പദ്ധതികളും അങ്ങുമായി ഡിസ്കസ് ചെയ്യുമ്പോൾ നടപ്പിലാക്കണമെന്നും ആഗ്രഹിക്കുന്നു. അന്നേരം അത്തരത്തിൽ അങ്ങനെ ഒരു റിക്വസ്റ്റോടെ ഞാൻ ഈ വേളയിൽ വെക്കുകയാണ്. Somebody has to start somewhere. ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് തുടങ്ങണം. എല്ലാം ബിക്കോസ് ഓൾ കൺഫ്ലഗ്രേഷൻ സ്റ്റാർട്ട് ഫ്രം എ സിമ്പിൾ സ്പാർക്ക്. ഒരു വലിയൊരു തീ ഉണ്ടാകുന്ന ചെറിയൊരു സ്പാർക്കിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഒരു ചേഞ്ച് ഇവിടെ നമുക്ക് ഒരു മോഡലായിട്ട് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ യു വിൽ ബി ഡൂയിങ് ദ ബെസ്റ്റ് സർവീസ് ടു ദ സൊസൈറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനതിനെ കൊമേഴ്സ്യലായിട്ട് പറയുകയല്ല, ഇങ്ങനെ ഒരു വ്യത്യസ്തമായ രൂപം ഉണ്ട് എന്ന് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് പലർക്കും പല മാർഗദർശിയായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു നല്ല ഒരു പുതിയ അറ്റംപ്റ്റാണ്, പുതിയൊരു വഴിത്തിരിവായിരിക്കും അത്. i2i ന്യൂസ് പ്രേക്ഷകരുമൊത്ത് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിൽ അങ്ങോട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.